15 ദിവസം ചെക്കിംഗ് വാറണ്ടി നമ്മൾ കൊടുക്കുന്നത്. 100% ചെക്കിംഗ് വാറണ്ടി 15 ദിവസം കൊടുക്കുന്നുണ്ട്. ഇനി ലോൺ ഉള്ള വണ്ടിയാണ് അന്ന് നമ്മൾ പറഞ്ഞ പോലെ ലോൺ എടുത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും ആ 15 ദിവസം ചെക്കിംഗ് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ലോൺ വന്ന് അതിന്റെ നഷ്ടപരിഹാരം ഞാൻ ക്ലോസ് ചെയ്യും. ഈ വീഡിയോ കട്ട് ചെയ്തെടുത്ത് വെച്ചോളി. പറയുന്ന വിലയെല്ലാം ഫൈനലല്ലേ? ആ പറയുന്ന വിലകളൊക്കെ ഫൈനലാണ്. മാക്സിമം പൊട്ടിച്ചിട്ട് കൊടുക്കുന്നത്. ഇത്രയൊന്നും കിട്ടുന്നത് വണ്ടി നമുക്ക് Z ഓട്ടോമാറ്റിക് ആണ്. വണ്ടി ഏറ്റവും ടോപ്പനാണ് വണ്ടി. ഓട്ടം ഇതിൽ കാണിക്കുന്നത് 1.63 ആണ്. 1.74 സോറി 1,74,000 ജെനുവിൻ നമുക്ക് പറയാൻ പറ്റില്ല. അല്ലല്ല മേജർ ആക്സിഡന്റോ ഫ്ലഡോ ടോട്ടൽ ലോസോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതാ ഒരു കിടിലൻ പെരുന്നാൾ സ്റ്റോക്കുമായിട്ട് നമ്മളെ ഷിഹാബ് ഖാൻ അടുത്ത് വന്നിരിക്കുകയാണ്. റോബോട്ടിക് കാസിൽ സ്വാഗതം. മലപ്പുറം ജില്ലയിൽ ചീനിക്കല്ലാണ് റോബോട്ടിക് കാസിന്റെ ലൊക്കേഷൻ വരുന്നത്. ഒരുപാട് ഇന്നോവകളും ക്രിസ്റ്റകളും ഫോർച്യൂണറുകളും ടൊയോട്ടയുടെ ഒരു യാർഡാണ്. ഇങ്ങനെ നിരത്തി വെച്ചേക്കാം. അപ്പൊ എന്തായാലും പെരുന്നാളൊക്കെ വരികയാണ്. പെരുന്നാൾ വിഷുവൊക്കെ വരികയാണ്. എന്താണ് നമുക്ക് കൊടുക്കാൻ വരുന്ന ഓഫറുകൾ? നല്ല നല്ല അടിപൊളി ഓഫറുകളുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഇന്ന് മുതൽ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്ന് മുതൽ വിഷു വരെ നമ്മളെ ഇവിടുന്ന് റോബോട്ടിക് കാറ് പർച്ചേസിന് ഏത് വണ്ടി ആയിക്കോട്ടെ, ഏത് വണ്ടി പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഒരു അടിപൊളി സമ്മാനം പ്രേക്ഷകർക്ക് കാത്തിരിക്കുന്നുണ്ട്. അതിൽ ഡീസൽ മുതൽ ഗോൾഡ് കോയിൻ വരെ ഉണ്ട്. ഗോൾഡ് കോയിൻ വരെ സമ്മാനം കൊടുക്കുന്നുണ്ട്. നറുക്കെടുപ്പിലൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല കേട്ടോ, നമ്മളെ സമ്മാനം എന്ന് പറഞ്ഞാൽ അതൊന്നല്ല. ഇന്ന് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണാം, കണ്ടിട്ട് അഭിപ്രായം തരാം. ഇന്ന് ഇവിടെ മലപ്പുറം ജില്ലയിൽ നിന്നല്ല, കേരളത്തിൽ ഈ ഒരു പ്രൈസിന് ഇങ്ങനത്തെ ഒരു വണ്ടി കിട്ടുന്നുണ്ടോ ഇല്ല എന്നാണ് നോക്കണം. അതാണ് നമ്മളെ മെയിൻ സമ്മാനം. അത്രയും വില കുറച്ച് കൊടുക്കും. അത്രയും വില കുറച്ച്. വെട്ടിക്കെട്ട് വിലയാണ്. വെട്ടിക്കെട്ട് വില. അപ്പൊ കാണുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. ഒരു സംശയം വേണ്ട. വെട്ടിക്കെട്ട് വില. അങ്ങനത്തെ ഒരു വിലക്ക് ഇന്ന് കേരളത്തിൽ ഒരു വണ്ടി കിട്ടൂല. ഫോർച്യൂണറും ക്രിസ്റ്റയും ഇന്നോവയും 100% ഗ്യാരണ്ടി. എന്തായാലും അത്രയും ഗ്യാരണ്ടി പറഞ്ഞാണ്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ. അതേപോലെ തന്നെ നമ്മുടെ കൂടെ കയ്യിൽ നിന്ന് പോയല്ലോ ചിന്തായി. പിന്നെ ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് വ്യൂ പറഞ്ഞോ മറ്റോ ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക. നമുക്കെല്ലാം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പെരുന്നാളൊക്കെ അടുത്ത് വരികയാണ്. പെട്ടെന്ന് തന്നെ ഒരു വണ്ടി സ്വന്തമായിക്കോളൂ അല്ലേ? വന്നോളൂ. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്കൊരു ഫോർച്യൂണറിൽ തന്നെ തുടങ്ങാം. KL 84 രജിസ്ട്രേഷൻ ആയ അല്ലേ, അങ്ങോട്ടേക്ക് മാറിയത് കൊണ്ടോട്ടിയിലേക്ക് മാറിയ ഒരു ഫോർച്യൂണറാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2013 ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ്. 13 മോഡൽ. 2013 ടൂ വീൽ ഓട്ടോമാറ്റിക്. ജിതിൻ ഭായ്, 2013 ടൂ വീൽ ഓട്ടോമാറ്റിക് കേരള രജിസ്ട്രേഷൻ ആയ വണ്ടിക്ക് ഇന്ന് മാർക്കറ്റിൽ എന്തുണ്ട്? നിങ്ങൾക്ക് ഒരുപാട് വീഡിയോ ചെയ്യുന്ന ആളാണല്ലോ. ഒരു ആവറേജ് ഒരു 13 ലക്ഷം 12.5-13 ലക്ഷം രൂപയ്ക്ക് എല്ലാ മാർക്കറ്റിലും കൊടുത്തു പോകണുണ്ടല്ലേ. ഇപ്പൊ നമ്മൾ ഇൻഡോറിൽ നേരത്തെ പറഞ്ഞ പോലെ മെഗാ ഓഫർ എന്ന് പറഞ്ഞാൽ ചാടുകൊണ്ട് കാര്യമല്ലോ, ഇത് കൊടുക്കണം. തീർച്ചയായും കൊടുക്കണം. അവന്ന് കേട്ടോളൂ, ഇങ്ങനത്തെ ഒരു ഓഫറിൽ നിന്ന് കേരളത്തിൽ എവിടെയെങ്കിലും വണ്ടി ഉണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്യാൻ പറയുണ്ടോ. 11,90,000 രൂപ ഫൈനൽ പ്രൈസ്. 11,90,000. അതെ, കേരള നമ്പർ ആയ 2013 ടൂ വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ നിങ്ങൾക്ക് കൊണ്ടുപോകും. ഇതിന്റെ ഓട്ടോ എത്ര പോയി? ഇത് 1,60,30,000 കിലോമീറ്റർ. ജെനുവിൻ ആണ്. മേജർ ആക്സിഡന്റോ ഫ്ലഡോ ടോട്ടൽ ലോസോ ഒന്നുമില്ല. നമ്മൾ 100% ഗ്യാരണ്ടി കൊടുക്കും. ജെനുവിൻ കിലോമീറ്ററിലെ വണ്ടി അങ്ങനെ തന്നെ പറയും, അല്ലാത്തത് അങ്ങനെയും പറയും അല്ലേ? എന്തായാലും ഹിസ്റ്ററി എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ 11,90,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. കേരള രജിസ്ട്രേഷൻ ആയ ഈ ഒരു വാഹനം 2013 ടൂ വീൽ ഓട്ടോമാറ്റിക്. ലോണും കയറുമല്ലോ. പിന്നെന്താ, 100% ലോണാണ്. ഫുൾ ലോൺ കിട്ടും. ഒന്നും കൊടുക്കാതെ ക്യാഷ് ബാക്ക് ഉള്ള വണ്ടികളാണ് പ്രൊഫൈലുണ്ടെങ്കിൽ. അടുത്ത വണ്ടിയിലോട്ടോ. വീണ്ടും KL 84 റിയായ ഫോർച്യൂണർ. എങ്ങനെയാ? 2013 ടൂ വീൽ ഓട്ടോമാറ്റിക്. 13 സെയിം തന്നെ. സെയിം വണ്ടി, സെയിം വിലയാ? സെയിം വില. അതിന് നമ്മൾ മാറ്റില്ല. 11,90,000 11,90,000 രൂപക്ക് കേരള രജിസ്ട്രേഷൻ വെക്കുന്ന ടൂ വീൽ ഓട്ടോമാറ്റിക് 2013 വണ്ടി. കളറ് മാറ്റേണ്ട, വേറൊരു പ്രശ്നമില്ല. വേറെ മേജർ ആക്സിഡന്റ് അങ്ങനത്തെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും. ഓട്ടോ സെയിം തന്നെയാ. 1,90,000. ഇത് 1,90,000 മറ്റേ 1,60 സംതിങ്. 1,90,000 കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. മേജർ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല. 100% നമ്മൾ കൊടുക്കും. അഥവാ ഇവർ വണ്ടി കൊണ്ടുപോയിട്ട് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞാണ്, എന്നാലും ചോദിക്കാം, വണ്ടി കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഒരു ഇത് തോന്നി
15 ദിവസം എനിക്ക് മനസ്സിലായി പറയുന്നുണ്ടല്ലേ 15 ദിവസം ചെക്കിംഗ് വാറണ്ടി നമ്മൾ കൊടുക്കുന്നത്. 100% ചെക്കിംഗ് വാറണ്ടി 15 ദിവസം കൊടുക്കുന്നുണ്ട്. ഇനി ലോൺ ഉള്ള വണ്ടിയാണ് അന്ന് നമ്മൾ പറഞ്ഞ പോലെ ലോൺ എടുത്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും ആ 15 ദിവസം ചെക്കിംഗ് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ലോൺ വന്ന് അതിന്റെ നഷ്ടപരിഹാരം ഞാൻ ക്ലോസ് ചെയ്യും. ഈ വീഡിയോ കട്ട് ചെയ്തെടുത്ത് വെച്ചോളി. അടുത്ത വണ്ടിയിലോട്ട് വീണ്ടും ഫോർച്യൂണർ ആണ്, വൈറ്റ് കളർ KL 55 തിരൂരിലോട്ട് റിയായ വണ്ടി. എല്ലാം കേരളത്തിലെ റിയായ വണ്ടിയുള്ളൂ. ഇപ്പൊ നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് കേരളത്തിൽ റിയായത് അല്ലാത്തതുകൊണ്ട് ചെയ്യാനുണ്ട് എടുക്കാനുള്ളതൊക്കെ ആയിക്കോട്ടെ. ഇതെങ്ങനെയാ കാര്യങ്ങള്? നമ്മൾ ഓഫർ വിട്ടിട്ടില്ല കേട്ടോ. ഇല്ല, ഇപ്പോൾ ഓഫർ തന്നെ കളി. അടിയിൽ കമന്റ് വരും ഇതിന് കുറച്ചൊക്കെ കിട്ടാണ്ട് അങ്ങനെ കിട്ടാണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ മുന്നേ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ NOC ലാണ്. നമ്മൾ ടാക്സ് അടിച്ചിട്ടാണ് കൊടുക്കുന്നത്. കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ എങ്ങനെയാ കാര്യം? 2012 ടൂ വീൽ ഓട്ടോമാറ്റിക്. 12 ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ്. നേരത്തെ 13 ആണ്ട് ടൂ വീൽ ഓട്ടോമാറ്റിക്. 170 സംതിങ് 180 സംതിങ് ആണ് കറക്റ്റ് ഓട്ടം. ജെനുവിൻ ഓട്ടമാണ്. മേജർ ആക്സിഡന്റോ ഫ്ലഡോ ടോട്ടൽ ലോസോ കാര്യങ്ങളൊന്നുമില്ല. അതിലൊക്കെ നമ്മൾ 100% നേരത്തെ പറഞ്ഞ പോലെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. അപ്പോ എത്ര കൊടുക്കാം നമുക്ക്? നിങ്ങൾ എത്ര കൊടുക്കും? നേരത്തെ 11,90 പറഞ്ഞ സ്ഥിതിക്ക് 1 ലക്ഷം കുറച്ചിട്ട് 10,90 കൊടുക്കാം. 10,90,000 രൂപയ്ക്ക് 2012 ടൂ വീൽ ഓട്ടോമാറ്റിക് കേരള നമ്പർ ആയി കഴിഞ്ഞ വാഹനമാണ്. ഒന്നും ചെയ്യാനില്ല. ലോണും കയറും. എന്താ വിഷയം? ഫുൾ ലോൺ തന്നെ കിട്ടും. പഴയ ഷേപ്പ് ഫസ്റ്റ് ഷേപ്പ് ഫോർച്യൂണർ ആണ്. KL ആയില്ല. എങ്ങനെയാ ഒരു ഫ്ലോയിലേക്ക് പോലെ NOC എടുത്തിട്ടില്ല. NOC എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും. അതെ 2011 4x4 സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന ക്ലീൻ പീസ് വണ്ടി. മാനുവൽ 4x4 മാനുവൽ 2011 അതെ. ഇത് നമുക്ക് കേരള രജിസ്ട്രേഷൻ ആക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് 7,90,000 രൂപക്കും കൊടുക്കാം. അതല്ല NOC എങ്ങോട്ടാ വേണ്ടത് നമുക്ക് NOC എടുത്തിട്ട് 7,45,000 രൂപക്കും കൊടുക്കാം. 7,45 അല്ലേ NOC കേരള നമ്പർ ആക്കാണ്. 7,90 നിങ്ങൾക്ക് 2011 4 വീൽ മാനുവൽ വാഹനം കൊണ്ടുപോകാം. എത്ര ഓട്ടോ ഇത്? 2,10,000 കിലോമീറ്റർ. വേറെ ക്ലെയിം ഒന്നുമില്ല. മേജർ ആക്സിഡന്റ് മെയിൻ ഗ്ലാസ് ഒന്നും റീപ്ലേസ് ഇല്ല. 2011 വണ്ടിക്കൊന്നും മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഇല്ലാതെ വരുന്ന വണ്ടികൾ അപൂർവ വണ്ടികൾ പെട്ട ഒരു വണ്ടിയാണ് അതൊക്കെ. അടുത്ത ഫോർച്യൂണർ ഇത് ഹരിയാന വണ്ടിയാണ്. എങ്ങോട്ട് NOC എടുത്തില്ല? NOC എങ്ങോട്ടും എടുത്തിട്ടില്ല. എങ്ങനെയാ? നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ചെറിയ കിലോമീറ്റർ വണ്ടി. എത്ര ഓട്ടം? ഇത് 1.15. ഏതാ മോഡല്? 2014 ടൂ വീൽ ഓട്ടോമാറ്റിക്. 14 ടൂ വീൽ ഓട്ടോമാറ്റിക് 1.15 മാത്രം ഓടിയ വാഹനമാണ്. അത് ജെനുവിൻ സർവീസ് അല്ല? ജെനുവിൻ സർവീസ് ഉള്ള വണ്ടി ഉണ്ടല്ലോ. റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. ഗ്യാരണ്ടി ഉണ്ട്. ഇപ്പൊ പറഞ്ഞ വണ്ടിയിലൊന്നും റീപ്ലേസ് ഇല്ല? ഒന്നുമില്ല, ഒരു റീപ്ലേസുകളില്ല. ഗ്യാരണ്ടി നമ്മള് പറഞ്ഞതിൽ മാറ്റങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി വണ്ടികൾ തന്നെ നമ്മൾ കൊടുത്തോണ്ടിരിക്കണം. അപ്പോൾ 14 ടൂ വീൽ ഓട്ടോമാറ്റിക് 1.15 ഓട്ടം സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം. നിങ്ങളുടെ എങ്ങോട്ടാണ് RTO അങ്ങോട്ടേക്ക് എടുത്തത്? എത്ര കൊടുക്കും നമ്മൾ? നമുക്കിതൊരു 12,40,000 രൂപ കൊടുക്കാം. NOC 12,40,000 2014 ടൂ വീൽ ഓട്ടോമാറ്റിക് ആണ്. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ 2 ലക്ഷം രൂപയുടെ താഴെ അതിൻ്റെ ഉള്ളിൽ കാണാം അല്ലേ ഏകദേശം. പിന്നെ ഒരുപാട് വണ്ടികൾ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് ജിതിൻ ഭായി. ഫോർച്യൂണർ നിങ്ങൾ കേട്ടില്ലല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. കാണുന്ന 15-16 മണിക്ക് നമുക്ക് ഇപ്പൊ കേട്ടാൻ പറ്റും. എത്രത്തോളം സ്റ്റോക്ക് ഫോർച്യൂണർ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾ വന്നാല് മടങ്ങി പോകേണ്ടി വരില്ല. ഒരു സാധനം എടുത്ത് ഏതെങ്കിലും വണ്ടി എടുത്ത് പോവാം. 2010 മുതൽ 16 വരെയുള്ള ഓൾഡ് ഷേപ്പിലും ന്യൂ ഷേപ്പിലും ഒക്കെ എല്ലാ ഫോർച്യൂണർ നമ്മുടെ അടുത്ത വണ്ടിയിലോട്ട് നമ്മൾ കാറ്റഗറി ഒന്ന് മാറ്റി ചവിട്ടി എത്തി. ഇനിയാണ് ക്രിസ്റ്റന്റെ ചാകര. അപ്പൊ മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ആണ്. പഴയ പുള്ളിയാണ് അല്ലെ? മഹാരാഷ്ട്രക്കാരൻ. അവിടെ ഇപ്പൊ എങ്ങനെ വണ്ടി കിട്ടുന്നുണ്ടോ? ഇപ്പൊ കൂടുതൽ മഹാരാഷ്ട്രയിൽ നിന്നാണ് വണ്ടി കിട്ടുന്നത്. ഇപ്പൊ കിട്ടുന്നുണ്ട്. കുറെ ഡൽഹിക്ക് വരുന്നല്ലോ എല്ലാവരും. ഡൽഹിയിലും ഉണ്ട്, പക്ഷെ ഇപ്പൊ കൂടുതൽ മഹാരാഷ്ട്രയിൽ നല്ല വണ്ടികൾ കിട്ടുന്നുണ്ട്. അത് ശരി. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2017 വണ്ടി. 2017 ഇതിന്റെയൊക്കെ ഹൈലൈറ്റ് എന്താണെന്നറിയോ? ഈ ഒരു നമ്പറിൽ സീരീസിൽ വരുന്ന ഒരു 6-7 വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. 1067, 1068, 1066 ഇങ്ങനെ പറഞ്ഞിട്ടൊരു 6-7 വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. 100% ഹിസ്റ്ററി, എല്ലാ ടയോട്ട ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ്. ഒക്കെ 1, 110, 115, 1.25 ഓട്ടോയുടെ വണ്ടി. കമ്പനി സർവീസ് ഉള്ള വണ്ടികളാണ്. അല്ല കമ്പനിക്ക് വേണ്ടി ഓടി അതെ കംപ്ലീറ്റ് ആ ഒരു റണ്ണിൽ ഓടിയിട്ടുള്ള വണ്ടികളാണ്. ഇപ്പൊ നമ്മുടെ അടുത്ത് തന്നെ ക്രിസ്റ്റ പല കളറിലും സ്റ്റോക്ക് ഇവിടെ കിടക്കുക. എത്ര സ്റ്റോക്ക്, അത്രയും സ്റ്റോക്കിൽ ക്രിസ്റ്റ എടുക്കുന്നത്. ഏത് ക്രിസ്റ്റ ആണെങ്കിലും, ഏത് ഫോർച്യൂണർ ആണെങ്കിലും, ഏത് ഇന്നോവ ആണെങ്കിലും സാധനം ഇവിടെ റെഡിയാ. 2017 വണ്ടി.
2017 വണ്ടി. G4 വേരിയന്റ് ആണ് വണ്ടി വരുന്നത്. മാനുവല് G4 വേരിയന്റ് വരുന്ന വണ്ടിയാണ്. വൈറ്റ് ആണ് കളർ. ന്യൂ ഷേപ്പ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 3 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 3 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. 12.5 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. NOC 12,27,000 2017 G4 മാനുവൽ ക്രിസ്റ്റ. ഇത് ഓട്ടം എത്രയാ? ഇത് 1,30,000 എല്ലാം ഇപ്പൊ ഈ വണ്ടിയിൽ വന്നതിലൊക്കെ 1.5 ലക്ഷം കിലോമീറ്ററിന് താഴെയുള്ള വണ്ടിയാണ്. മെയിൻ ഗ്ലാസോ ഒന്നോ രണ്ടോ വണ്ടികൾക്ക് മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. പക്ക ക്വാളിറ്റി വണ്ടികൾ. അപ്പോ മാറണമെങ്കിൽ എത്രയാവും? ഇത് മാറണമെങ്കിൽ 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപ താഴെ മതി. അടുത്തൊരു ഹരിയാന രജിസ്ട്രേഷൻ ക്രിസ്റ്റയാണ്. NOC എടുത്തില്ലല്ലോ എവിടെയും? ഇത് NOC എടുത്തിട്ടില്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2016-17 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 1.43 ഓട്ടുള്ളത്. 43 കൺഫ്യൂഷൻ ആണ്. നോക്കിയിട്ട് പറയാം. ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട്. ഹിസ്റ്ററി ഉണ്ടല്ലോ. ഹിസ്റ്ററി എല്ലാ വണ്ടിക്കും ഹിസ്റ്ററി ഉണ്ട്. അപ്പോ ഇതെത്ര? നമ്മൾ നേരത്തെ G4 വരുന്നത്. G4 മാനുവൽ. അപ്പോൾ സെയിം 17 എത്രയാ പറഞ്ഞത്? 17 നമ്മളോട് പറഞ്ഞത് 12.5 ലക്ഷം രൂപയാണ്. നമ്മളൊരു കാര്യം ചെയ്യാം, നമുക്ക് 1 ലക്ഷം കുറച്ചിട്ട് 14 ലക്ഷം രൂപ കൊടുക്കാം. 11,25,000 രൂപ കൊണ്ടുപോകാം. ഇത് മാറണമെന്നുണ്ടെങ്കിൽ ഒരു 1.40 1.30 ആ റേഞ്ചിൽ വരും. അടുത്ത ക്രിസ്റ്റ KL 10 റീ ആയി കഴിഞ്ഞു. കേരള വണ്ടി ആയി നിൽക്കുന്നുണ്ട്. ഫുൾ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. 2016-17 രജിസ്ട്രേഷൻ ആണ് വണ്ടി. നേരത്തെ അതേ കണ്ട വണ്ടി കേരള രജിസ്ട്രേഷൻ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ കിലോമീറ്റർ ഇതിൽ കാണിക്കുന്നത് 1.60 1.63 67. ഉറപ്പുണ്ടോ? ഗ്യാരണ്ടി ഇല്ല. 1.67 ഹിസ്റ്ററി എടുത്ത് നോക്കണം. ഹിസ്റ്ററി എടുത്ത് നോക്കിയില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ. വേറെ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി തന്നെയാണ്. 16 മോഡൽ 17 G4 മാനുവൽ ക്രിസ്റ്റ. കേരള നമ്പർ ആയി കഴിഞ്ഞു. ഇത് എത്ര കൊടുക്കാൻ? ഇത് നമുക്ക് ഫൈനലായിട്ട് 12,70,000 രൂപ കൊടുക്കാം. 12,70 നിങ്ങൾക്ക് ഈ ഒരു ക്രിസ്റ്റ കൊണ്ടുപോകാം. ഇത് കേരള നമ്പർ ആയതുകൊണ്ടാണ്. മറ്റേ ടാക്സ് നേരത്തെ നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞിരുന്നു. അപ്പൊ കേരള നമ്പർ ആയതുകൊണ്ട് 12,70 കൊണ്ടുപോകാം. പറയുന്ന വിലയെല്ലാം ഫൈനലല്ലേ? പറയുന്ന വിലകളൊക്കെ ഫൈനലാണ്. മാക്സിമം പൊട്ടിച്ചിട്ട് കൊടുക്കണം. ഇത്രയൊന്നും കിട്ടുന്നത്. അടുത്ത വണ്ടിയിലോട്ട് ഷിഹാബ് അങ്ങ് ഡൽഹി പിടി. അല്ലേ? അടുത്ത ക്രിസ്റ്റ ഡൽഹി ക്രിസ്റ്റയാണ്. ഡൽഹിയിലുണ്ട്. എങ്ങനെ ഡീറ്റെയിൽ? 2017 വണ്ടി. വി വേരിയന്റിൽ വരുന്ന വണ്ടി. ഫുൾ ഓഫ് വി ആണ്. 2017 NOC എങ്ങോട്ടും എടുത്തിട്ടില്ല. വി എന്ന് വെച്ചാൽ ടോപ്പിന് താഴെ താഴെ മാനുവൽ ട്രാൻസ്മിഷൻ വരിക. പിന്നെ 1,23,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ജെന്യുവിനാണ്. മേജർ ആക്സിഡന്റോ ഫ്ലഡോ തട്ടുമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. എങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് NOC എടുത്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ശരി. 13 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാതെ. 17 അല്ലേ? 17 ഓപ്ഷൻ മാറിയ വി ആണ്. G4 ആണ്. ഇത് മാറി വി ആണ് ഓപ്ഷൻ വരുന്നത്. ഇങ്ങോട്ടേക്ക് മാറുന്ന എത്ര? ഇത് ഇങ്ങോട്ട് മാറുന്നുണ്ടെങ്കിൽ 2.5 ലക്ഷം രൂപ 2 ലക്ഷം രൂപ എന്തായാലും 100% കാണാം. അതിന്റെ മേലോട്ടേക്ക്. കളറ് മാറി. വേറെ കളർ മാറി, വണ്ടി മാറി, രജിസ്ട്രേഷൻ മാറി, എല്ലാം മാറി. എങ്ങനെ ഡീറ്റെയിൽ? 2016 വണ്ടി. 2016 ലാസ്റ്റ് 17 രജിസ്റ്റർ വണ്ടിയാണ്. വണ്ടി നമുക്ക് Z ഓട്ടോമാറ്റിക് ആണ്. വണ്ടി ഏറ്റവും ടോപ്പനാണ്. വണ്ടി. ഓട്ടത്തിൽ കാണിക്കുന്നത് 1.63 1.74 സോറി 1,74,000 ജെനുവിൻ നമുക്ക് പറയാൻ പറ്റില്ല. അല്ലല്ല മേജർ ആക്സിഡന്റോ ഫ്ലഡോ ടോട്ടലോസോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഓട്ടം കൺഫേം അല്ല. 16 കാണിക്കുന്നത്. 16 മോഡൽ 17 ഉണ്ട്. 17 രജിസ്ട്രേഷൻ. എത്ര കൊടുക്കുക? നമുക്കിതൊരു 13.5 ലക്ഷം രൂപ കൊടുക്കാം. Z ഓട്ടോമാറ്റിക് 13,50,000. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ എത്ര? ഇങ്ങോട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മാക്സിമം ഒരു 2.5 ലക്ഷം രൂപന്റെ താഴെ അത്രേ വരും. ഓക്കെ. അടുത്ത വണ്ടി കേട്ടോ അല്ല. അങ്ങനെ രാജാവിലെത്തിയിരിക്കുകയാണ് നമ്മള്. ഇന്നോവ. ഇതിന്റെ എല്ലാം നമ്മൾ തുടങ്ങണത്. ഇന്നോവയിലാണ് നമ്മളെ കച്ചവടം സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അവിടെ നിന്നാണ് പോയതാണ് ക്രിസ്ത്യൻ ഫോർച്യൂണർ എല്ലാം. ഇത് ഗുജറാത്ത് രജിസ്ട്രേഷൻ ആണ്. എല്ലാ സ്റ്റേറ്റും വരുന്നുണ്ട് അല്ലേ? എല്ലാ സ്റ്റേറ്റും വരുന്നുണ്ട്. ഗുജറാത്ത് രജിസ്ട്രേഷൻ അല്ല. പണ്ട് കുറെ ആന്ധ്ര വണ്ടികൾ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു ഒരുപാട് വണ്ടികൾ. നമ്മൾ ആന്ധ്ര രജിസ്ട്രേഷനും AP-യും TS ഒക്കെ ഒരുപാട് വണ്ടികൾ കിട്ടിയിരുന്നു. ഇപ്പൊ പിന്നെ വണ്ടികളുണ്ട്. നമ്മൾ പോയി കാണുമ്പോൾ ക്വാളിറ്റി കമ്മി ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ക്വാളിറ്റി കമ്മി ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെയാ? ഇത് 2013 2013 വി വേരിയന്റ്. ഫുൾ ഓപ്ഷൻ വണ്ടി. 1,96,000 കിലോമീറ്റർ വണ്ടി കാണിക്കുന്നതാണോ? അതിൽ കാണിക്കുന്നതാണ് ജെനുവിൻ. ഞാൻ പറയൂല. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി.
എത്ര ഉണ്ടാവും? പൊട്ടിക്ക് നമ്മള് 6,90,000 രൂപ. 6,90 NOC-ൽ. അതെ, അല്ലേ? വി 2013 വി ഇന്നോവയാണ്. 6,90 NOC-ൽ. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഇങ്ങോട്ട് മാറുന്നതിൽ ഒരു 75 രൂപ, 75,000 അത്രയും കണ്ടാൽ മതി. വണ്ടി മെക്കാനിക്കൽ ഓടിക്കുമ്പോൾ 100% ഗ്യാരണ്ടി. മെക്കാനിക്കലും ബോഡി ലെവലും ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഹൈ ക്വാളിറ്റി. ശരിക്കും നല്ലൊരു ഡോക്ടർമാർക്ക് കയ്യിൽ പിടിച്ച് നോക്കിയാൽ രോഗങ്ങൾ അറിയാൻ പറ്റും. ഒരു ഡ്രൈവ് ചെയ്ത് നോക്കിയാലേ കറക്റ്റ് കിട്ടുമല്ലോ. വണ്ടി ഉപയോഗിക്കുന്നല്ലേ? പ്രശ്നമൊന്നുമില്ല അല്ലേ? 100% ഗ്യാരണ്ടി. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. നല്ലൊരു അടിപൊളി ഗ്രേ കളർ ഇന്നോവ ഹരിയാന വണ്ടി. ഹരിയാന രജിസ്ട്രേഷൻ. എങ്ങനെയത്? വളരെ NOC നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. എവിടേക്ക്? ഇവിടെ മലപ്പുറം 10-ലേക്കാ? കൊണ്ടോട്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ അതൊന്നുമല്ല ഇതിന്റെ ഹൈലൈറ്റ്. എന്താണ് ഹൈലൈറ്റ്? 2015 വി വണ്ടി. ഇന്ന് മാർക്കറ്റിലെ 10.25 ലക്ഷം രൂപയിൽ കുറച്ചൊന്നും ആരും കൊടുക്കുന്നില്ല. ഇല്ല, ഉറപ്പാ? ഇല്ലല്ലോ. 2015 വി ആണ്. 15 വി ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ ഇന്ന് മെഗാ ഓഫർ കോട്ടെ പരിപാടി നടക്കണല്ലോ. ഫുൾ ഓൺ അതിന്റെ അപ്പുറത്തുണ്ട്. അതും 8.5 ലക്ഷം രൂപ കൊടുക്കാം നമുക്ക്. 8,50,000 NOC-ൽ അല്ലേ? NOC-ൽ. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ? ഇങ്ങോട്ട് മാറുന്നുണ്ടെങ്കിൽ 1.10. 2015 വി ഇന്നോവയാണ്. ഓക്കെ, 1,10,000 ഇങ്ങോട്ടേക്ക് മാറാം. ഈ വണ്ടി ആകെ ഓടിക്കണം 1.30. അത് ജെനുവിൻ കിലോമീറ്റർ. സർവീസും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. അടിപൊളി വണ്ടിയാണ്. അടിപൊളി വണ്ടി. ഓക്കെ, ഫുൾ ലോൺ തന്നെ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാ. നമ്മൾ പെരുന്നാളും വിഷുവായിട്ട് ഒന്ന് പൊളിക്കണം. അങ്ങോട്ട് കൊടുത്ത് വിടുക. ഓക്കെ, ഒഴിവാക്കി വിട്ടേ. അങ്ങോട്ട് വിടുക. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡറിലോട്ട് കൺവേർട്ട് ചെയ്ത വാഹനം. ഓക്കെ, ഹരിയാണ മാറിയിട്ടില്ല. ലെജൻഡർക്ക് കൺവേർട്ട് ചെയ്താ നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾ തന്നെ കണ്ടപ്പോ ലെജൻഡർക്ക് കൺവേർട്ട് ചെയ്തത് കണ്ടുപിടിച്ചത്. അല്ല, ഞാൻ വന്ന പാടി ചോദിച്ചിരുന്നു. ലെജൻഡർ ആണോ അല്ലേ? ഇത് 2017 മോഡലാണ് വണ്ടി. ഓൾറെഡി NOC ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ രജിസ്റ്റർ ചെയ്യാന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. അതല്ല പാർട്ടിന്റെ പേർക്ക് ഈ NOC ക്യാൻസൽ ചെയ്തിട്ട് പുതിയ NOC എടുത്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഓക്കെ, വണ്ടി എല്ലാം നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. 1.80 കിലോമീറ്റർ. ജനുവിനാണ്. മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ന്യൂ ഷേപ്പ് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് 2023 കൺവേർട്ട് ചെയ്താണ്. 4x4 സിഗ്മ ആണ് ഈ വണ്ടി. 4x4 ആണ്. സിഗ്മയാണ്. ഓഫറിനെ പിരിച്ചു വിടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് അടുത്ത സ്റ്റോക്ക് ഇറക്കാൻ പറ്റുള്ളൂ. അതെ, ഇതിപ്പോ എത്ര കൊടുക്കും നമ്മൾ? ഇതിപ്പോ ഞാൻ ഈ വണ്ടിക്ക് സത്യമായിട്ടും അവിടെ നമ്മളെ പ്രേക്ഷകർക്കൊക്കെ അറിയാമെന്നാണ് 23,000-24,000 രൂപയ്ക്ക് ചോദിച്ചു കൊടുക്കുന്ന വണ്ടിയാണ്. കാരണം ഇൻവെസ്റ്റ്മെന്റ് കണ്ടമാനം ഉള്ളതുകൊണ്ട്. ഓക്കെ, പക്ഷെ ഞാൻ അതൊന്നുമല്ല. ഇന്ന് നമ്മളെ ഓഫർ തന്നെ 50 വിട്ട കളില്ല. ഈ വണ്ടി നമുക്ക് 21,90,000 രൂപ കൊടുക്കാം. 21,90 NOC-ൽ കൊടുക്കാം. ഡൽഹിയിൽ എവിടെയെങ്കിലും വണ്ടി ചാനലെടുത്ത് നോക്കിക്കോളൂ. ഏതെങ്കിലും ആൾക്കാർ ബുക്കുണ്ടെങ്കിൽ ലെജൻഡ് കൺവേർട്ട് ചെയ്തോണ്ടി 24 ലക്ഷം 23 ലക്ഷത്തിൽ കുറച്ചൊന്നും ആരും കൊടുക്കില്ല. ഓക്കെ, 21,90 NOC-ൽ. ഇത് ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ എത്ര വരും? ഇങ്ങോട്ട് മാറണമെങ്കിൽ 3,60,000. 3,60,000 ടാക്സും കാണും മാറണമെങ്കിൽ. ഓക്കെ, 21,90 NOC-ൽ കൊണ്ടുപോകാം ഈ ഒരു വാഹനം. ഇനി ലോണുള്ള ആൾക്കാർക്ക് ഫുൾ ലോൺ ആട്ടോ. ഫുൾ ലോൺ ആക്കാം. ഇതൊക്കെ ഇപ്പൊ കാണിച്ചോണ്ടൊക്കെ ക്യാഷ് ബാക്ക് ആണ്. ഒരു സംശയം വേണ്ട, ക്യാഷ് ബാക്ക് ആണ്. പ്രൊഫൈൽ ഉണ്ട്. ഇങ്ങോട്ട് മാറിയ ശേഷം ലോൺ ഇങ്ങോട്ട് മാറിയ ശേഷം ലോൺ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ കുറച്ച് വണ്ടി സെലക്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചാണ്. ഇതൊന്നുമല്ല കിടക്കാണ്. ഞാൻ വീഡിയോയിൽ മൊത്തത്തിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ട് തുടക്കത്തിൽ. അപ്പോൾ നേരത്തെ ഇങ്ങനെ സ്റ്റോക്ക് കിടക്കാണ്. അതുകൂടാതെ അക്കൗണ്ട് ഉണ്ട്. ഒരു വെറൈറ്റി സാധനം ഉണ്ടല്ലോ അവിടെ, ടൊയോട്ടയുടെ ഹൈബ്രിഡ്. ഫസ്റ്റിൽ വന്ന ഹൈബ്രിഡ്. അതൊക്കെ മോഹവിലക്ക് കൊടുക്കുന്ന സാധനം. പക്ഷെ നമ്മൾ ചീപ്പായിട്ട് പൊട്ടിച്ചു വിടാണ്. ഓക്കെ, അങ്ങനത്തെ കുറെ വാഹനങ്ങളുണ്ട്. സഡാൻ കാറ്റഗറി ഉണ്ട്, എറ്റിയോസ് ഉണ്ട്, എലൻഡർ ഉണ്ട്, എല്ലാ വണ്ടികളും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം. റോബോട്ടിക് കാസിലേക്ക് കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. ആ നമ്പറിലേക്ക് വിളിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസോടെ നിങ്ങളുടെ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു SUV സെഗ്മെന്റ് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ, SUV MUV സെഗ്മെന്റ് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അവർക്ക് ഉപകാരപ്പെടും. അല്ലേ? അപ്പോൾ എല്ലാവർക്കും നന്ദി. പെരുന്നാളും വിഷുവിനും എല്ലാവരും മുൻകൂറായിട്ട് വിഷയമാണ് എല്ലാത്തിനും. അതെ, അപ്പൊ അതിന് മേലെട്ടോ നമ്മളെ ഓഫറുകൾ അത് മറക്കണ്ട. അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. ബൈ.